ആ ഒരു പോസ്റ്റ് ഓർഡർ കിട്ടുക. ഈ പോസ്റ്റ് കെട്ടിട്ട് ഈ സൈഡിലോട്ട് ട്രാക്ക് ചെയ്യുക. ഈ പോസ്റ്റ് കെട്ടിട്ട് ഇവിടെ വരണം. ഈ പോസ്റ്റ് കെട്ടിയിട്ട് അയ്യങ്കുന്ന് പഞ്ചായത്തിലെ പാലത്തുംകടവിൽ തൊഴുത്തിൽ കിട്ടിയ 4 പശുക്കളെ കൊന്ന കടുവ കൂട്ടിലായി. വെള്ളിയാഴ്ച രാത്രിയോടെ വനപാലകർ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആൺകടുവയെ രാത്രി 12 മണിയോടെയാണ് വയനാട് കടുവ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയത്. കൊന്ന പശുക്കളെ തിന്നാൻ കടുവ തിരിച്ചെത്തുമെന്ന നിഗമനത്തിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. വ്യാഴാഴ്ച രാത്രി 2 കറവ പശുക്കളെയും ഗർഭിണിയായ മറ്റൊന്നിനെയും ക്ടാവിനെയുമാണ് കടുവ കൊന്നത്. പാലത്തുംകടവിലെ പുല്ലാട്ടുകുന്നേൽ രൂപേഷ് രാഘവന്റെയും അമ്മ സരസുവിന്റെയും ഫാമിലെ പശുക്കളാണിത്. തൊഴുത്തിന്റെ പുൽക്കൂട് ഭാഗത്ത് കൂടിയെത്തിയ കടുവ ക്ടാവിനെ കടിച്ചുകൊന്ന് വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചുവെങ്കിലും തടിച്ച ഇരുമ്പുദണ്ട് കൊണ്ട് നിർമ്മിച്ച പുൽക്കൂടിനുള്ളിലൂടെ ക്ടാവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇതോടെ സമീപത്ത് കെട്ടിയ മറ്റു പശുക്കളെയും കടിച്ചു കൊന്നെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. പുൽക്കൂടിന്റെ ഭാഗത്ത് രക്തം തളകെട്ടി കിടന്നിരുന്നു. ഈ രക്തത്തിൽ കടുവയുടെ കാൽപാദം പതിഞ്ഞിരുന്നു. തൊഴുത്തിന്റെ താഴ്ഭാഗത്ത് ചാണകവും വെള്ളവും കെട്ടിക്കിടന്ന ഭാഗത്തും കടുവയുടെ കാൽപ്പാടുകൾ പതിഞ്ഞു. ഇവ പരിശോധിച്ചാണ് കടുവയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചത്. ആ ഒരു പോസ്റ്റ് ഓർഡർ കിട്ടുക. ഈ പോസ്റ്റ് കെട്ടിട്ട് ഈ സൈഡിലോട്ട് ട്രാക്ക് ചെയ്യുക. ഈ പോസ്റ്റ് കെട്ടിട്ട് ഇവിടെ വരണം. ഈ പോസ്റ്റ് കെട്ടിയിട്ട് കുറച്ച് മാറി